അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എക്സ്പീരിയൻസ് നമ്മളെ ജീവിതത്തിനെയും ഒരു പരിധിവരെ ബാധിക്കും. നമ്മൾ ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളെങ്കിൽ തൊട്ടേ പിടിച്ച് ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അവൾ ട്രേഡിംഗിൽ ഈ സ്വഭാവം കാണിക്കും. ഒരിക്കലും ഒരു ട്രേഡർ പെർഫെക്റ്റ് ആവില്ല. അതിപ്പോൾ 10 വർഷത്തെയാണ് 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അതൊരു ഡിസിപ്ലിൻ നമുക്ക് ബിൽഡായി. ഇതേ സാധനമാണ് ട്രേഡിംഗ് ഒരു ആവശ്യം. ട്രേഡിങ്ങിൽ നല്ല രീതിയിൽ പോകുന്ന ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് ഒന്നാമത്തത് നമ്മളുടെ ലൈഫിൽ എന്ത് ഇഷ്യൂസ് എല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഇപ്പം ഒട്ടുമിക്ക ഇഷ്യൂസ് വരുമ്പോഴും നമ്മൾ ട്രേഡിങ്ങിൽ ഇത് കടന്നു പോയി നമ്മൾ പരുവപ്പെട്ട് മറ്റൊരിതായിട്ട് വരിക. ലൈഫിനെ ട്രേഡിങ്ങിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതെ. ആദ്യം എനിക്ക് ഏറ്റവും നല്ലൊരു തീരുമാനം ഒരു ജീവിതത്തിൽ തോന്നിയത് ബോഡി ബിൽഡിങ്. അപ്പോൾ അത് ആ ഒരു കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഈ വീട്ടുകാരെല്ലാവരും ചോറും മീൻകറിയും ഒഴുകിയ മറ്റേ അത് കഴിച്ച് രാവിലെ എഴുന്നേറ്റ് നടക്കും, ഈ ഇപ്പം സിമ്പിളായിട്ടുള്ള ട്രേഡിങ്ങിനകത്തുള്ള ഒരു റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും വള്ളി പിടിക്കും. ഇപ്പോൾ പിടിക്കാൻ പോകുമ്പോൾ ഓക്കെ ഇതിൻ്റെ റിസ്ക് ഇതാണ്, എനിക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ടോ റിവാർഡുണ്ടോ എന്ന് മാറ്റി ചിന്തിക്കാൻ പറ്റും. ആ ഒരു ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. നമ്മൾ മാറും. ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എൻ്റെ മനസ്സിൽ അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് മാറും ട്രേഡിങ് എന്നുള്ളത്. നമ്മളുടെ ലൈഫിന് ഒത്തിരി അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റിലേറ്റ്. കാരണം ഇടയ്ക്ക് ഒരു വട്ടം ജെൻഡർ അടിച്ചിട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നിട്ട് ഇങ്ങനെ നമ്മൾ ചവിട്ടി കയറുമ്പോഴത്തേക്ക് ആരോഗ്യം ഇവിടെ റിസ്ക് പഠിച്ചില്ല, റിസ്ക് മാനേജ് നമ്മുടെ മൈൻഡ് വരുന്നത് നമ്മുടെ മൈൻഡിലായി മാർക്കറ്റിംഗ് ഇൻവോൾവ് ആവും. പിന്നെ നമ്മൾ കുറേ കൂടെ കാമായി മാറുന്നത് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളെങ്കിൽ തൊട്ടേ പിടിച്ച് ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അവൾ ട്രേഡിംഗിൽ ഈ സ്വഭാവം കാണിക്കും, ഇത് കൈ തോന്നും. പക്ഷെ നമ്മൾ ഇതിനകത്ത് നിന്ന് എന്ത് വന്നാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിനകത്തൊരു പ്രശ്നം വരുമ്പോഴും എല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോഴും പല പ്രശ്നങ്ങളൊന്നും അയ്യോ എന്ന് പറഞ്ഞാൽ വിഷമിച്ചില്ല. എന്നാലും ഒട്ടുമിക്ക കാര്യങ്ങൾ ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മളിതൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഒരു വട്ടം നമുക്ക് പാടാം. ഓഫ് കോഴ്സ് അത് ഇപ്പോഴാണെങ്കിൽ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യാത്തൊരു ലോസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാലും ഷോ എന്നുള്ളത് വരും. പക്ഷെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഇത്ര നമ്മൾ റിക്കവറി നമ്മൾ മാസം കൊണ്ട് ഇരിക്കില്ല, വൈകുന്നേരം ആകുമ്പോൾ അത് തീർന്നു. കാരണം ഇത് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ പെർഫെക്റ്റ് ആയി. ഒരിക്കലും ഒരു ട്രേഡർ പെർഫെക്റ്റ് ആവില്ല. അതിപ്പോൾ 10 വർഷത്തെയാണ് 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരു തെറ്റ് നമ്മൾ കുറേ കഴിഞ്ഞ മനുഷ്യന്മാരാണ്, തെറ്റ് വരും. പിന്നെ എത്ര വട്ടം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പിന്നെ തെറ്റ് സംഭവിക്കുന്ന മാത്രമല്ല, നമ്മൾ ഇതേക്ക് ലോസ് വരുമ്പോൾ ഷോ അങ്ങനെ നമുക്ക് ആ ഒരു ഇത് വരാറുണ്ട്. ആ ലോസ് വന്നാൽ അത് ചെയ്യേണ്ടായിരുന്നു തോന്നും. പക്ഷെ അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അത് യൂസ്ഡ് ആണ്. അടുത്ത ദിവസം നമ്മൾ ആ രീതി 100 ട്രേഡിംഗ് ഉണ്ട്. ഫ്യൂച്ചർ നമ്മുടെ മുന്നിലൊരു വിഷനുണ്ട്. നമ്മൾ അതാ ചിന്തിക്കുന്നത്. ഇന്ന് ഇതുകൊണ്ട് ഇന്നത്തെ ലോസ് നമ്മൾ എഫക്ട് ചെയ്യത്തില്ല ആ രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല.